ചോദ്യം ചെയ്യാൻ വേണ്ടി മുൻ മുഖ്യമന്ത്രി താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയ പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കാർ ആക്രമിച്ചതും മുട്ടയെറിഞ്ഞതും മരക്കമ്പുകൾ എറിഞ്ഞതും കേരളം കണ്ടു. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും പിടിയിലാവുകയും ചെയ്തു, പലരും പിടികൊടുത്തു. ഇനി ആ കേസിൽ എന്താണ്? അതാണ് നമ്മൾ ഇനി വിശദമായി നോക്കാൻ പോകുന്നത്. അതായത് ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചതിൽ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. ആദ്യം ഈ കേസിൽ അറസ്റ്റിലായ 5 പേർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ. ആ ജാമ്യം തള്ളുക മാത്രമല്ല, അതായത് ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി, അതൊരു ഭാഗത്ത്. മറിച്ച് അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം അത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമെന്നാണ് കോടതി അന്ന് നിരീക്ഷിച്ചത്. ഇനി ഈ 5 പേർ ജാമ്യാപേക്ഷയുമായി ചെല്ലുക ജില്ലാ കോടതിയിലേക്കായിരിക്കും. ഇന്ന് പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്താണത്? ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത് സ്ഥലത്ത് വലിയ മുതിർന്ന CPM നേതാക്കൾ ഉണ്ടായിരുന്നു. ആ CPM നേതാക്കളെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കണം എന്നുള്ളൊരാവശ്യമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അതായത് നിലവിൽ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് താഴെ തട്ടിലുള്ള CPM പ്രവർത്തകരാണ്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി അടക്കം അണിനിരന്നിരുന്നു ആ പ്രതിഷേധത്തിന് മുന്നിൽ. MP-മാരും MLA-മാരും സ്ഥലത്തുണ്ടായിരുന്നു. ഇവർക്ക് ഈ ഗൂഢാലോചനയിൽ, ഈ പ്രതിഷേധത്തിൽ, ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിക്കുന്നത്. ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിലേക്ക് വരുമ്പോൾ കക്ഷി ചേരാനാണ് ED ആലോചിക്കുന്നത്.